Welcome back to our class. Today we discuss about two types of limits. ഈ ഹെഡിങ്ങിൽ കാണുന്ന പോലെ തന്നെ ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി ലിമിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ ചെയ്തില്ല, ലിമിറ്റ് എന്താണെന്ന് ചെയ്തില്ല, കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇൻഫിനിറ്റിയിൽ, അതായത് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി ലിമിറ്റ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സീറോ അല്ലേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സീറോ എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. അതായത് എക്സ് സീറോ സെൻറ്റർ ആയിട്ടുള്ള ഇൻ്റർവൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സീറോയിലേക്ക് പോയിൻറ്റ്സ് മൂവ് ചെയ്ത് വരാം അല്ലേ. ആസ് എക്സ് അപ്രോച്ചസ് ടു എക്സ് സീറോ ദെൻ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്താണെന്നാണ് ലിമിറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഓർ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്. അതാണ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല, ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുക. അതായത് എക്സ് ടെൻസ് ടു എക്സ് സീറോ എന്ന് പറയുന്നതിന് പകരം എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, എക്സ് ബിക്കം വെരി ലാർജ് നമ്പർ എന്നാണല്ലേ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ എക്സ് പോസിറ്റീവ്, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എക്സ് ഈസ് എന്താണ്, ആർബിട്രലി ലാർജ്, പോസിറ്റീവ് ആൻഡ് വെരി ലാർജ് നമ്പർ. എക്സ് വെരി ലാർജ് നമ്പറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ എഫ് ഓഫ് എക്സ് എന്താ, അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബിക്കം വെരി ലാർജ് ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്താണ്, വാല്യൂ എന്താണ്, അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബിക്കം വെരി ലാർജ് ഇൻ നെഗറ്റീവ് സെൻസ് അല്ലേ. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ എക്സ് മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ആ കേസിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്, അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഒരു കേസിനെയാണ് നമ്മൾ ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി, അതായത് നമ്മളിവിടെ ഇൻഫിനിറ്റി എക്സ് സീറോക്ക് പകരം പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുക, അതാണ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. എക്സ് ബിക്കം വെരി ലാർജ് ഇൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സെൻസ് ദെൻ ദറ്റ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദാറ്റ് ടൈം, അതിനെയാണ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വണ്ണും കൂടെ പറഞ്ഞാൽ ക്ലിയർ ആവും. ഇൻഫിനിറ്റി ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്, ഇൻഫിനിറ്റി ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോർമലിലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സീറോ എഫ് ഓഫ് എക്സ് എന്നുള്ള ആ ലിമിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഏതോ എക്സ് സീറോ എന്നുള്ള പോയിൻറ്റിലേക്ക്, ആ പോയിൻറ്റിൽ നമ്മൾ എഫ് ഓഫ് എക്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി, അതല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സീറോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ഈ കേസിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ആൻസർ ഇൻഫിനിറ്റീന് കിട്ടുക, അതുകൊണ്ട് ഇൻഫിനിറ്റി ലിമിറ്റ്സ്. അപ്പോൾ രണ്ട് കൺസെപ്റ്റും ക്ലിയർ. അതായത് ഇവിടെ നമ്മൾ ഇൻഫിനിറ്റിയിൽ വാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇൻഫിനിറ്റിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആ നമ്മളെടുക്കുന്ന എക്സ് വാല്യൂസ് ബിക്കം വെരി ലാർജ് ആയ അങ്ങനെ കൂട്ടി പോവുകയാണെങ്കിൽ അതായത് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയും. ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി കിട്ടുകയാണെങ്കിൽ ആ കേസിൽ നമ്മൾ ഇൻഫിനിറ്റി ലിമിറ്റ്സ് എന്ന് പറയും. അപ്പോൾ ശരിക്കും ഇൻഫിനിറ്റി ലിമിറ്റ്സ് നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞെങ്കിലും ആൻസർ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി കിട്ടുന്ന കേസിൽ ശരിക്കും നമ്മൾ പറയുന്നത് എന്താണ്, ആ കേസിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ്, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ആൻസർ ലിമിറ്റിൻ്റെ കേസ് ശരിക്കും പ്ലസ് ഇൻഫിനിറ്റിന്നോ മൈനസ് ഇൻഫിനിറ്റിന്നോ കിട്ടുകയാണെങ്കിൽ ശരിക്കും നമ്മൾ പറയുന്നത് എന്താണ്, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ഫിക്സഡ് നമ്പർ കിട്ടണം നമുക്ക്, അപ്പോഴാണ് നമ്മൾ ശരിക്കും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ഒരു റിയൽ നമ്പർ അല്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ ഈ രണ്ട് കേസിനെയാണ് നമ്മൾ ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്നും ഇൻഫിനിറ്റി ലിമിറ്റ്സ് എന്നും പറയാം. അപ്പോൾ നമുക്കൊരു രണ്ട് കേസിൽ ഞാൻ ഒന്നോ രണ്ടോ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. രണ്ട് ലിമിറ്റ്സ് തന്നിട്ട് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x. നിങ്ങൾ ശരിക്കും ഇവിടെ ഏതിലേക്കാണ് മൂവ് ചെയ്യുന്നത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ 1/x തന്നെ ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x എന്നായിരുന്നെങ്കിൽ വേറെ ആൻസറാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് പോയിന്റിലാണ് ലിമിറ്റ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x,
ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏതിൽ വരും? ഫസ്റ്റത്തെ പോയിന്റ് അല്ലേ, ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിയാണ്. ഈ പ്രോബ്ലം ഏത് ടൈപ്പിലാണ് വരുന്നത്? ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിയിൽ. ഓക്കെ, അപ്പോൾ നമുക്കിത് കാൽക്കുലേഷൻസിനൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഗ്രാഫ് ഒന്നും ഇങ്ങനെ വരച്ച് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് സഡൻലി അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, എന്താ വരിക? ഫസ്റ്റ് ഇത് നമുക്ക് ആദ്യം ഫസ്റ്റത്തെ കേസ് കേട്ടോ. given that f of x is equal to 1/x അല്ലേ, 1/x ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ശരിക്കും എക്സ് ബിക്കം വെരി ലാർജ് അല്ലേ, എക്സ് വളരെ ലാർജായി പോവാം. ഇപ്പോൾ എക്സ് ഈക്വൽ 100 അതല്ലെങ്കിൽ എക്സ് ഈക്വൽ 1000 അല്ലെങ്കിൽ എക്സ് ഈക്വൽ 10,000 അങ്ങനെ എക്സ് ബിക്കം വെരി ലാർജ്. എക്സ് ഇൻഫിനിറ്റിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഏത് വലിയ നമ്പറും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എക്സ് ലാർജ് ആവും തോറും 1/x എന്താണ്? 1/x ബിക്കം വെരി സ്മോൾ അല്ലേ. ആസ് എക്സ് ലാർജ് 1/x ബിക്കം വെരി സ്മാളർ. അപ്പോൾ എന്താ കിട്ടും നമുക്ക്? ശരിക്കും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. നമുക്ക് ഒറ്റ ഗ്രാഫ് തന്നെ വരയ്ക്കും. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. ദിസ് ഈസ് ദ പോയിന്റ് 0 1 -1 1 -1. ഓക്കെ, അപ്പോൾ നമുക്കുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y = 1/x എന്നുള്ള ഗ്രാഫാണ്. f of x = 1/x. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് എടുത്ത് പ്ലോട്ട് ചെയ്താലും മതി. f of x. ഓക്കെ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ശരിക്കും വരയ്ക്കാൻ. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ x = 1/3 1/2 1-നേക്കാൾ താഴെ 2 പോയിൻ്റ് എടുത്തു, 1 എടുത്തു, 2 എടുത്തു, 3 4 അങ്ങനത്തെ തന്നെ എടുത്തു. വലിയ നമ്പറൊന്നും എടുക്കുന്നില്ല അധികമൊന്നും. ഓക്കെ, അപ്പോൾ f of x എന്ന് പറഞ്ഞാൽ 1/x ആണ്. നമ്മൾ f of x is defined as 1/x. അപ്പോൾ 1/1/3 എന്ന് പറയുമ്പോൾ 3 വരും, 1/1/2 എന്ന് പറയുമ്പോൾ 2, 1/1 എന്ന് പറയുമ്പോൾ 1, 1/2 1/3 1/4 1/5. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി എക്സ് ബിക്കം ലാർജ് ആകുമ്പോൾ ഇപ്പോൾ എക്സ് ഈക്വൽ 100 എന്നായിരുന്നെങ്കിൽ f of x = 1/100 എന്നാണ് വരിക അല്ലേ. എക്സ് ഈക്വൽ 1000 എന്നായിരുന്നെങ്കിൽ 1/1000 അങ്ങനെയാണ് വരിക. അപ്പം എക്സ് വലുതാവുന്നതോറും f of x = 1/x എന്നുള്ളത് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നത്. നമുക്ക് ഈ പോയിൻറ്റ്സിലൊന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ x = 1/3 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെയാണെന്ന് വിചാരിക്കുക. x = 1/3 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? 3 ആണ്. നമ്മളിവിടെ 3 ഒന്നും എടുത്തില്ല. 1 2 3 ഇവിടെ ഏതാണ്ട് ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇവിടെയാണ്. ഓക്കെ, ദെൻ x = 1/2 ആണെങ്കിൽ എന്താണ്? x = 1/2 എന്നുള്ള ഇവിടെയാണെങ്കിൽ വാല്യൂ 2 ആണ്. 2 ഇവിടെയായിരുന്നെങ്കിൽ 1/2 2. ഓക്കെ, x = 1 ആവുന്ന കേസിൽ 1. ഇനി x = എന്താണ്? നമ്മളെടുത്ത് 2 ആണെന്ന് വിചാരിക്കും. ദിസ് ഈസ് ദ പോയിൻറ്റ് 2. 2 ആവുന്ന കേസിൽ എന്താണ്? 1/2 ആണ്. അപ്പോൾ 2 1/2 പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇത് 3 ആണെങ്കിൽ ഇവിടെ 1/3 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ വരും. ഇനി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് ഈ ഗ്രാഫ് വരച്ചാൽ അപ്പോൾ എങ്ങനെ കിട്ടും? ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ഗ്രാഫാണ് കിട്ടുക. ഈ ഗ്രാഫ് നിങ്ങൾക്ക് എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും എക്സ് ആക്സിസിൽ കൂട്ടിമുട്ടില്ല. എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അതാണ് ഇത് ഇങ്ങനെ ഇൻഫിനിറ്റി. എക്സ് ഇങ്ങനെ വലുതാവുന്നില്ല. എക്സ് നമ്മൾ പറഞ്ഞാൽ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും അതായത് എക്സ് വലുതാവും തോറും 1/x ചെറുതായി ഇങ്ങനെ വരും. ചെറുതായി വരിക എന്ന് പറഞ്ഞാൽ 0യിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. പക്ഷേ എപ്പോഴെങ്കിലും 1/xൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 എന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ. പക്ഷേ ഒരിക്കലും 0 കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ എക്സ് ആക്സിസിൽ ഈ ഒരു ഗ്രാഫ് ഇൻ്റർസെക്റ്റ് ചെയ്യരുത്. ഇങ്ങനെ കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ x = 0 എന്ന് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ y ആക്സിസിലും ഇൻ്റർസെക്റ്റ് ചെയ്യരുത്. ഈ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം, രണ്ട് സൈഡിൽ പോകുന്ന പോലെ. ക്ലിയർ ആയിട്ടുണ്ടാവും പറഞ്ഞത് എന്ന് വിചാരിക്കുന്നു. ഈ പോയിൻറ്റ്സ് എടുത്ത് പ്ലോട്ട് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വലുതാവും തോറും എന്താണ് 1/x ഇങ്ങനെ ചെറുതായി വരണം. അതാണ് ഇങ്ങനെ ഗ്രാഫ് വരുന്നത്. കണ്ടോ അവിടെ 1/x 1-നേക്കാൾ താഴേക്ക് 1-നും 0-ക്കും ഇടയ്ക്ക് ഇങ്ങനെ വരും പോയിൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ പോവാം. ഇവിടെ പക്ഷേ 0-ക്കും 1-നും ഇടയ്ക്കാണ് എക്സിൻ്റെ വാല്യൂസ് വരുന്നതെങ്കിൽ ആ കേസിൽ 1/x 1-നേക്കാളും കൂടുതലാണ് അല്ലേ. 0-ക്കും 1-നും ഇടയ്ക്കാണെങ്കിൽ ആ കേസിൽ മാത്രം 1/xൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടുതലാണെന്നുള്ളതുകൊണ്ട് തന്നെ 1-ൻ്റെ മുകൾക്ക് ഗ്രാഫ് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും.
വൈ വാല്യൂസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് പ്ലസ് ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളിവിടെ പോയിൻറ്റ്സ് വരച്ചു ഞാൻ. ഇപ്പോൾ ഇതേ കേസ് എക്സ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതേ സെയിം കേസാണ്. പക്ഷേ എക്സ് വാല്യൂസ് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ആണെന്നുള്ളത് അപ്പോൾ -1/x എന്നുള്ളത് എന്ത് തന്നെയാണ്, 1/x എന്നുള്ളത് എന്ത് തന്നെയാണ്, വെരി ലാർജ് ഇൻ നെഗറ്റീവ് സെൻസിൽ. അപ്പോൾ ഇതിൻ്റെ അതേ സിമെട്രിക് ആയിരിക്കും ഗ്രാഫ് വരിക. ഒന്ന് പോയിൻറ്റ്സ് വേണമെങ്കിൽ ഒന്ന് പ്ലോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേ രീതിയിൽ ഇതേ ഗ്രാഫ് തന്നെ. ഓക്കെ, അത് നെഗറ്റീവ് കോർഡിനേറ്റിലാണ്, തേർഡ് കോർഡിനേറ്റിലാണ് വരിക എന്ന് മാത്രം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. കാരണം എക്സ് സീക്കളുടെ നെഗറ്റീവ് ആണല്ലേ, എക്സ് നെഗറ്റീവ് ഈ ആസ്കില്ല. അപ്പോൾ എക്സ് നെഗറ്റീവ് ആയത് തന്നെ 1/x എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ y നെഗറ്റീവ് ആവുന്നത് ഈ ആക്സിലായതുകൊണ്ട് തന്നെ ആ ഗ്രാഫ് എന്ന് വരിക ഈ തേർഡ് കോർഡിനേറ്റിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതേ ഗ്രാഫ്, അതിൻ്റെ സിമെട്രിക് ആയിരിക്കും രണ്ട് ഗ്രാഫുകളും തമ്മിൽ. ഒരിക്കലും ഈ y ആക്സിസിലും എക്സ് ആക്സിസിലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല കേട്ടോ 1/x എന്നുള്ള ഗ്രാഫ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും 1/x എന്താണ്, ഈ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ പോലും പോകുന്നത് എവിടേക്ക് തന്നെയാണ്, എക്സ് ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് y ഇങ്ങനെ കുറഞ്ഞ് f(x) ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് എവിടേക്ക് തന്നെയാണ് പോകുന്നത്, എവിടേക്ക് തന്നെയാണ്, 0യിലേക്ക് തന്നെയാണ് അല്ലേ. സീറോ എന്ന് നമുക്ക് ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞിട്ട് ആ പോയിൻറ്റിൽ 0 ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ x = 1,00,000 ആവുന്ന കേസിൽ f(x) = 0 ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം എക്സ് ലാർജ് ആവും തോറും f(x) കുറഞ്ഞ് വരികയാണ്, 0യിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x = 0 ആണ്. അതുപോലെ തന്നെയാണ് നെഗറ്റീവിൻ്റെ കേസിലാണെങ്കിലും എക്സ് ഇങ്ങനെ കൂടി നെഗറ്റീവ് സെൻസിൽ ലാർജായി വരും അല്ലേ. നെഗറ്റീവ് സെൻസിൽ ഇങ്ങനെ ലാർജായി വരികയാണെങ്കിൽ f(x) തന്നെയാണ് ഈ 0യിലേക്ക് ഇങ്ങനെ ഈ എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ വരികയാണ്, കൂട്ടിമുട്ടില്ല. പക്ഷെ നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എക്സ് ടെൻസ് ടു x0 അതുപോലെ തന്നെയാണ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി ആകും തോറും f(x) എവിടേക്കാണ്, 0യിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി 1/x ഈസ് ആൾസോ ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് എനിക്ക് തോന്നുന്നു വലിച്ചു നീട്ടിയൊക്കെ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ എന്നിട്ട് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. f(x) = 1/x ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ എക്സ് വലുതാവും തോറും 1/x ചെറുതാവും. ഇതാണ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ബിക്കം വെരി ലാർജ് നമ്പർ. അപ്പോൾ എക്സ് വലുതാവും തോറും 1/x എന്തായിരിക്കും, 0യിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വരികയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x = 0 എന്ന് പറയാൻ പറ്റും. അതിനിപ്പോൾ നെഗറ്റീവ് സെൻസിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസിൽ എടുക്കുന്നു. നെഗറ്റീവ് സെൻസിൽ എക്സ് വലുതാവും തോറും 1/x ചെറുതായി വരും. അപ്പോൾ ആ കേസിലും 1/x 0യിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുക. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു +or-∞ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതണം കേട്ടോ, എഴുതാൻ മറക്കരുത്. ജസ്റ്റ് ആൻസർ മാത്രം എഴുതി വയ്ക്കരുത്. ആസ് എക്സ് ബിക്കംസ് ലാർജർ ആൻഡ് 1/x become smaller. So for sufficiently large values of x, for sufficiently large values of x 1/x approaches to 0. ജസ്റ്റ് ഒന്ന് ഒരു സെൻറ്റൻസ് ആക്കി എഴുതണം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് വേണം ഇത് എഴുതാൻ കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈസ് ഈക്വൽ ടു 0 എന്നത് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x - 1/2x + 1 കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ 1/x ഡയറക്റ്റായിട്ട് നമുക്ക് ഗ്രാഫിക്കലായിട്ട് പറയാൻ പറ്റുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ എന്താണ് അന്ന് ഓർത്ത് വെക്കണം എപ്പോഴും. ലിമിറ്റ് എക്സ് ടെൻസ് ടു +or-∞ 1/x = 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്സ് പ്രോബ്ലംസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയുടെ അധികം പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ എക്സ് ഔട്ട് സൈഡ് എടുക്കുക. ന്യൂമറേറ്ററിലും എക്സ് എന്നല്ല, അവിടുത്തെ ഹയസ്റ്റ് പവർ എന്താണോ വരുന്നത്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹയസ്റ്റ് പവർ എന്താണോ വരുന്നത് അത് ഔട്ട് സൈഡ് എടുക്കുക. എന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാം.
ആ ഒരു ടൈപ്പിൽ. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് 1/2x+1 അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണല്ലേ. താഴെ മുകളിലും എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഔട്ട് സൈഡ് എടുക്കുക. ഇപ്പോൾ ഇവിടെ എക്സ് ന്യൂമറേറ്റർ നമ്മൾ എക്സ് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ഇവിടെ ഈ ടൈമിൽ എന്താ ഉണ്ടാവുക? 1 എന്നുണ്ടാവും. ഇവിടെ എക്സ് ഔട്ട് സൈഡ് എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? 1/x. അതിപ്പോൾ എക്സും ക്യാൻസൽ ചെയ്ത് പോയാൽ 1 തന്നെ ഉണ്ടാവുള്ളൂ. ദെൻ ഇവിടെ താഴെ എക്സ് ഔട്ട് സൈഡ് എടുത്തത് 2x+1 ആണ്. എക്സ് ഔട്ട് സൈഡ് എടുത്താൽ 2 എന്നുണ്ടാവും. പ്ലസ് ഇവിടെ 1 ആണ്. സോ 1/x. ഇത്രയേ ഉള്ളൂ ചെയ്തത്. അവിടുത്തെ മാക്സിമം പവർ എന്താണോ വരിക അത് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. സോ എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്കിവിടെ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 - 1/x ഡിവൈഡ് ബൈ 2 + 1/x എന്ന് വരും അല്ലേ. ഓക്കെ, ഇത് നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 - 1/x ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 + 1/x. ഓക്കെ, ഇത് നമുക്ക് സം റൂൾ അപ്ലൈ ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 - ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് കിട്ടും. ഓക്കെ, ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 കോൺസ്റ്റൻറ്റ് റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക? 1 തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട് തൊട്ട് മുന്നേ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറഞ്ഞു. ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 അഗൈൻ ബൈ കോൺസ്റ്റൻറ്റ് റൂൾ ഇറ്റ് ഈസ് 2 ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈസ് ഈക്വൽ ടു 0. സോ ഫൈനൽ ആൻസർ ഈസ് 1/2. ഇത് ഇത്രയൊന്നും നമുക്ക് ചെയ്യേണ്ടില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് അവിടുത്തെ മാക്സിമം പവർ എന്താണോ വരുന്നത് ആ മാക്സിമം പവർ ഔട്ട് സൈഡ് എടുക്കുക. എന്നിട്ട് താഴെ മുകളിൽ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളതിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.